മച്ചന്മാരെ നമ്മളെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു മോശമാണ് അല്ലേ. അതായത് ഈ മീനിന്റെ പരിപാടി പറഞ്ഞാൽ അതിനൊരു ഒരു വൃത്തി ഉണ്ട് കേട്ടോ. അതായത് മീൻ കച്ചവടം എന്ന് പറയുന്നത് ഒരു വൃത്തിയുള്ള ഒരു ഫീൽഡാണ്. അതായത് നമ്മളിപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുക, അതിനെ കുറച്ചു നേരം കഴിയുമ്പോൾ അതിനെ വളർത്തി വലുതാക്കിയിട്ട് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഫീൽഡാണ്. അതിന് ഞങ്ങൾ ഐഡിയകളും കാര്യങ്ങളും ഉണ്ടാവില്ല. ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും, അറിയുന്ന ആൾക്കാരുണ്ടാവും, സ്ഥിരമായിട്ട് ചെയ്യണവരുണ്ടാവും. അപ്പൊ ഈ ഒന്നും അറിയാത്ത പാവങ്ങളെ കൊണ്ടുപോയിട്ട് ഇതിൽ വെറുതെ പെടുത്തിയിട്ട് നമ്മള് കുറെ പൈസ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളൊന്നും ആരും ഉദ്ദേശിച്ചില്ല. ബിസിനസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മെയിനായിട്ട് ഞങ്ങളത് കച്ചവടക്കാരാണ് പറയണത്. വെറുതെ നല്ലൊരു പരിപാടിനെ കൊണ്ട് എത്തിയിട്ടെന്തേക്കരുത്. ഞാൻ ഇപ്പോൾ ഈ സൈഡിലൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഇത് നമ്മളെ തൃശ്ശൂർ പെരുമ്പലാവ് ഭാഗത്തുള്ള ഒരു ടീമിൻ്റെ ഒരു കുളമാണ്. വെറും ഏകദേശം ഒരു 3000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു കുളം. കുളം എന്ന് പറഞ്ഞാൽ ചെറിയ വീട്ടിൻ്റെ സൈഡിൽ ഉണ്ടാക്കി ചെറിയൊരു പോണ്ട് പോലത്തെ അവർ ഈ അലങ്കാര മത്സരങ്ങളെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയൊരു കുളം. അതെ, അതിൽ 1000 മീനുകളെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ടീം. അവരെന്നിട്ട് ഇട്ടിട്ട് ഏകദേശം 9 മാസമായി. കഴിഞ്ഞ മാർച്ചിൽ ഇട്ടെന്നാണ് പറഞ്ഞത്. 9 മാസമായി ഇപ്പോൾ മീനിന് തീറ്റ കൊടുക്കുന്നുണ്ട്. 1000 മീനുകളെ ആ ചെറിയൊരു ടാങ്കിലിട്ടിട്ട് വളർത്താം. പോട്ടെ, ഇവർ വിളിച്ച് ചോദിച്ചിട്ട് ഇപ്പോൾ അവരിപ്പോൾ ഏകദേശം ഒരു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കണം വിചാരിക്കാം. ഇതങ്ങനല്ല. ഇത് അവിടുന്ന് പാർട്ടി നേരിട്ട് പോയിട്ട് ഈ കുളം, അതായത് സെയില് വിൽക്കുന്ന ആൾക്കാർ നേരിട്ട് പോയിട്ട് ആ കുളം കണ്ടിട്ട് ആ കുളത്തിൽ ഇത്ര മീനെ വളർത്താം, 1000 മീനാണ്, അതിനെ നമുക്ക് തിക്കായിട്ട് വളർത്താന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിക്ക് മീൻ കൊടുത്ത കുളമാണ് നിങ്ങൾ ഈ കാണുന്നത്. വാങ്ങിയ ആൾക്കാർ ആദ്യമായിട്ട് ചെയ്യണതാണ്. അതെ, അവരെ കൊണ്ടുപോയിട്ട് 1000 മീൻ ആ കുളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അതിലുള്ള ഏറ്റവും വലിപ്പമുള്ള മീനിന്റെ തൂക്കം എന്ന് പറയുന്നത് ഏകദേശം 400-480 ഗ്രാമാണ്. 9 മാസമായിട്ടുള്ള ഒരു മീൻ. ആകെ 1-2 മീനാണ് ആ വലിപ്പമുള്ളത്. ബാക്കിയുള്ളത് 300 ഗ്രാം, 200 ഗ്രാം, 100 ഗ്രാം, 80 ഗ്രാം, അങ്ങനെയൊക്കെ വലിപ്പമുള്ള മീനുകളാണ് അതിൽ ബാക്കിയുള്ളതൊക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. 1000 മീനെ വാങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പൈസ ഉണ്ട്. അതിന് അവർ കൊടുക്കുന്ന സ്റ്റെല്ല എന്ന് പറഞ്ഞ തീറ്റയാണ്. 1 കിലോയ്ക്ക് 100-125 റുപ്യേൻ്റെ 1 കിലോയ്ക്ക് തീറ്റ റേറ്റ് വരുന്നുണ്ട്. 9 മാസം നിങ്ങൾ കൂട്ടി വെക്ക്. അതും അവർ 0.6 ആണ് കൊടുക്കുന്നത്. 0.6 അല്ല, 6 mm തീറ്റയാണ് അതിന് കൊടുക്കുന്നത്. 6 mm തീറ്റയുടെ റേറ്റ് ആണ് ഞാൻ പറയുന്നത്. സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ റേറ്റ് കൂടും. അതിനേക്കാൾ റേറ്റ് കൂടും. അപ്പൊ ഇത്രയും കാലം അവർ തീറ്റ കൊടുത്തിട്ട് ആ മീനെ വളർത്തി വലുതാക്കി വിറ്റ് കഴിഞ്ഞാൽ വരാലിന്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ അതിന് വളർച്ച ഇല്ലാണ്ടെങ്കിൽ മാർക്കറ്റ് ഇല്ല. മെയിൻ ഫസ്റ്റ് ഗ്രേഡിലൊക്കെ വന്നിട്ടില്ലാണ്ടെങ്കിൽ മീൻ വളർച്ച ഇല്ലാണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഈ പറയുന്ന 300, 310, 350 ഒന്നും കിട്ടില്ല. നമ്മൾ വെറുതെ തുടങ്ങിയിട്ട് കാര്യമില്ല. മീനിന് വളർച്ച വേണം. വളർച്ച ഇല്ലാണ്ടെങ്കിൽ വളരെ, അതായത് മത്തി കിട്ടുക, മത്തി വാങ്ങുമ്പോൾ നമ്മൾ ഒരു പൈസ കൊടുക്കല്ലോ, ആ പൈസ പോലും ഉണ്ടാവില്ല വരാലില്. 9 മാസം തീറ്റയും ആ മീനെ കൊണ്ടാനുള്ള ചെലവ്, മീനെ വളർത്താനുള്ള ചെലവ്, മീനിന്റെ ടാങ്കിനുള്ള എക്സ്പെൻസ്, ഇതൊക്കെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ അവർ പിന്നെ ഈ പരിപാടി മേലെ ചെയ്യില്ല. എപ്പോഴും മീൻ വളർത്തുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചെയ്യും, അവനാണ്ട് സ്പേസിനനുസരിച്ച് അതിന്റെ ഇതിനനുസരിച്ച് മീനെ ആക്കാൻ കഴിയും, മീനാക്കാൻ പാടുള്ളൂ. നമ്മൾ വേറെ ആൾ പറഞ്ഞിട്ട് കാര്യം നമ്മൾ അതൊക്കെ അന്വേഷിച്ചിട്ട് ഇപ്പൊ 500 ആക്കാൻ നമുക്ക് പകുതിയാക്കിയ മീൻ വളർന്നു വരുമ്പോ എന്താ വെച്ചാല് അതിന് സ്പേസ് വേണം. ഒന്നാലും ഇത് ഇതായി കഴിഞ്ഞാൽ മീൻ വളർച്ച ഉണ്ടാവില്ല. ഇത് ഈ പാർട്ടിക്കാരെ കുറ്റം കാരണം അവർക്ക് അറിയില്ല. ഫസ്റ്റ് ആകുമ്പോ ആരും പോലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ കുട്ടികളെ കൊടുക്കുന്ന ടീമാണ്. നമ്മൾ കാര്യങ്ങൾ നേരിട്ട് കണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഒരു 1000 ആക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ കുളം കണ്ടിട്ട് 1000 ആക്കാൻ കഴിയില്ല, ആക്കാൻ കഴിയുള്ളൂ. മീൻ വളർച്ച വേണ്ടേ. ഇതിപ്പോ എന്താ പറയാ, അവർക്ക് ഇപ്പൊ 1000 കുട്ടികൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസ പറഞ്ഞാല് വരുന്നു. സാധാരണ അതിൽ 100 എണ്ണം പോലും പറ്റില്ല. ഞാൻ ഏകദേശം നോക്കിയപ്പോ ഒരു 3 മീറ്റർ അതിന്റെ നീളമുണ്ട്, 1 മീറ്റർ വീതി ഉണ്ട്, ഒരു 1 മീറ്റർ താഴ്ച ഉണ്ടാവും. ഏകദേശം ഒരു 3000 ലിറ്ററാണ് അതിന്റെ കപ്പാസിറ്റി പറയുന്നത്. അതിലൊരു 100 മീനെ പോലും അലങ്കാര മത്സരമുള്ള സെറ്റപ്പാണ്. അത്രേ ഉള്ളൂ. വീഡിയോ കണ്ടേക്ക് ഒരു 100 മീനെ നമുക്ക് ശരിക്കും വളർത്താൻ പറ്റില്ല. അതിലാണ് 1000 മീനെ കൊണ്ടുപോയിട്ടുള്ളത്. മീനിന്റെ സൈസും കണ്ടില്ലേ, അതാണ് ആ സൈസ്. 10000 ലിറ്റർ കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പറയണത്, ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്ന എല്ലാവരോടും നമ്മൾ പറയണത് ഒരു 10000 ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 മീനെ വളർത്താം. അത്ര നമ്മൾ പറയലുള്ളൂ. അല്ലാതെ നിങ്ങൾ 500 വളർത്തിക്കൂടെ, വളർത്താൻ കഴിയില്ല. വളർത്തുമ്പോൾ വളർച്ച കുറയും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പറയും. അതല്ലാതെ നമ്മൾ വെറുതെ കൊണ്ടേ വളർത്തിയിട്ട് ഇനിയിപ്പോൾ ഒരു മീനെ വളർത്തും തോന്നണില്ല. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു വട്ടം കൊടുത്തിട്ട് പിന്നെ അതിനെ തിരിച്ചെടുത്തിട്ട് പിന്നെ നിങ്ങൾ വിൽക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും അതിലുണ്ടാവില്ല. കാരണം നിങ്ങൾ ഒരു വട്ടം ഈ വിൽക്കുന്ന ആൾക്കാർ അവരെ ചതിച്ചു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മേലിൽ അവർ വിളിക്കുമോ? നമ്മളാണെങ്കിലും വിളിക്കില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇത് വിൽക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു പരിപാടി നമ്മൾ ചെയ്യുമ്പോൾ അതിന് മിനിമം ഒരു നമ്മളതിനോട് ഒരു നീതി പുലർത്തണം കേട്ടോ. വെറുതെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ബിസിനസിന് വേണ്ടിയിട്ട് വെറുതെ ഒരു പ്രാക്ക് വാങ്ങിയിട്ട് എന്താ കാര്യമുള്ളത്. അപ്പോൾ
വിൽക്കുന്ന ആൾക്കാർ ദയവ് ചെയ്തിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. അവരിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി തുടങ്ങുന്നത് വെച്ചാൽ അയിമെന്ന് എന്തെങ്കിലും കിട്ടുന്നത് വളർന്നു വലുതായി അത്രേ ഉള്ളൂ. അതല്ല ബിസിനസ്. അതാണ് ബിസിനസ്. ഇവര് പറഞ്ഞ അത്യാവശ്യം പൈസ ഉള്ള ടീമൊക്കെ തന്നെയാണ്. പക്ഷെ അതൊന്നും കാര്യമില്ല. അതൊന്നും കാര്യമില്ല. നമ്മളിപ്പോ അതുകൊണ്ട് ഒരു കാര്യം അവരിപ്പോ ഇതാക്കി ഇത് വലുതായി കഴിഞ്ഞിട്ട് ഇത് വിറ്റ് 10 റുപ്യ കിട്ടണമെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടല്ലേ തുടങ്ങണത്. നമ്മളത് മുതലെടുത്ത് വെറുതെ 200 ആക്കേണ്ടത് 500 1000 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവർക്ക് ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഒരു കാര്യമില്ല. അതാണ്. അപ്പൊ ദയവ് ചെയ്ത് ഇത് വിൽക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേട്ടാ. വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം അവര് വർത്തമാനം പറയാറുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ അത് വാങ്ങിയ ആളൊന്ന് വിളിക്കട്ടെ, അല്ല കൊടുത്ത ആളൊന്ന് വിളിക്കട്ടെ അറിയാനും. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2ാം കിടയാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ സാധനം വിറ്റിട്ട് പോയിട്ടില്ലാണെങ്കിലും അല്ലെങ്കിൽ ഒരു 6-7 മാസം കഴിയുമ്പോഴും ഇവർക്ക് സത്യാവസ്ഥ മനസ്സിലാവുമ്പോൾ അവർ പിന്നെ നിങ്ങളെ വിളിക്കും. അപ്പൊ അവരുടെ മുമ്പിൽ ഉത്തരം കിട്ടാതെ നിങ്ങൾ ഇങ്ങനെ മടക്കി നിൽക്കേണ്ടി വരും. ആവറേജ് 8 മാസം തന്നെ ശരിക്കും മീൻ കറക്റ്റ് നമ്മളാക്കാന്ന് കറക്റ്റ് തീറ്റയാണെന്നുണ്ടെങ്കിൽ 1-1.5 ലെവലിലൊക്കെ ആവറേജ് എന്തായാലും വരും. അല്ലാതെ ഇപ്പൊ 100, 150, 200 ഗ്രാം വെച്ച് കൂട്ടിയൊക്കെ മീൻ്റെ 9 മാസത്തെ തീറ്റയും ചെലവും എക്സ്പെൻസ് എത്ര വരും? അതെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു വീഡിയോ. ഓക്കെ, നല്ല കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചുതരാം. ഒരുപാട് ഇടരുത്, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കുളത്തിന്റെ സ്പേസ് പടുതാക്കുളത്തിന്റെ സ്പേസ് എത്ര ആയുണ്ട്, എത്ര മീറ്റർ നീളം, അതൊക്കെ നോക്കി അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മീനാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, മീൻ കുട്ടികൾ നമുക്ക് ഒരുപാട് വാങ്ങാം. പക്ഷെ എന്താണ് പ്രശ്നം, കൊടുക്കുന്ന സമയത്ത് തൂക്കും കാര്യങ്ങളും ഉണ്ടാവില്ല, മാർക്കറ്റ് ഉണ്ടാവില്ല, നഷ്ടം വരും. ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം, നഷ്ടം വരും, പിന്നെ മടുത്തു പോകും. അപ്പോൾ സൂക്ഷിക്കുക. ബൈ.